ഹായ് ഹലോ നമസ്കാരം. ഇന്ന് നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് അമ്മ എന്ന് പറയുന്ന AMMA എന്ന് ഇന്ന് ആൾക്കാർ വിളിക്കുന്ന അമ്മ സംഘടനയിലെ ഇൻസൈഡ് പൊളിറ്റിക്സിനെ പറ്റിയാണ്. നമ്മുടെ പഴയ അന്തരിച്ചു പോയ നടൻ സുകുമാരൻ്റെ മകൻ പൃഥ്വിരാജ് സുകുമാരൻ നയിക്കുന്ന ഒരു ടീമും പിന്നെ ലാലേട്ടൻ നയിക്കുന്ന ഒരു ടീമും, ഈ ഒരു ടീമുകൾ നിലവിലുണ്ട്. ഇതൊന്നും കൂടാതെ ഈ പറയുമാതിരി കോൺഗ്രസ് പ്രാമുഖ്യമുള്ള കുറേ ആൾക്കാർ, കമ്മ്യൂണിസ്റ്റ് പ്രാമുഖ്യമുള്ള ആൾക്കാർ, കുറച്ച് സംഘപരിവാർ പ്രാമുഖ്യമുള്ള ആൾക്കാർ, അങ്ങനെ കുറേ ആൾക്കാർ അത് വേറെ. ഇപ്പോൾ ഇതിനകത്ത് നിലവിൽ ഈ ലാലേട്ടനെ ബേസ് ചെയ്ത് കുറേ ടീമാണ് ഈ ഇപ്പോൾ അതിനകത്ത് ഈ ആധിപത്യത്തിലിരുന്ന കുറച്ച് ടീമെന്ന് പറയുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പിന്തുടർച്ചയായി കുറേ സംഭവങ്ങളുണ്ടായി, കുറേ വെളിപ്പെടുത്തലുകളുണ്ടായി. ഇതിനകത്ത് പല സ്ത്രീകളും 4, 5, 12 ഒക്കെ ഇത് പറയുന്നുണ്ട്. ഇവർ 2018 പറഞ്ഞ പേരുകളല്ല ഇപ്പോൾ പറയുന്നത്. 2018 ഈ പറയുന്ന ഹേമ കമ്മിറ്റി രൂപീകരിക്കുന്ന സമയത്ത് ഇവർ ഈ സംഭവങ്ങളൊക്കെ കുറേ പേരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് പറഞ്ഞ ഒരാളാണ് നമ്മുടെ ഷീജിച്ചേട്ടൻ, ബിഗ് ബോസിലൊക്കെ ഉണ്ടായിരുന്ന ഷീജിച്ചേട്ടൻ്റെ പേര്. അദ്ദേഹത്തിനോട് അഖിൽമാരാർ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾ കണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതിനകത്ത് അഖിൽമാരാറിൻ്റെ ചാനലിലുണ്ട്. അതിനകത്ത് വ്യക്തമായിട്ട് ഷീജിച്ചേട്ടനോട് ചോദിക്കുമ്പോൾ ഇദ്ദേഹം നടത്തിയ പീഡനം എന്ന് പറഞ്ഞുകൊണ്ട് ആ സ്ത്രീ കൊടുത്തിരിക്കുന്ന സംഭവം മറ്റൊന്നുമല്ല, ഈ ഒരു ലൊക്കേഷനിൽ ഈ സ്ത്രീ കള്ള് കുടിച്ചിട്ട് ഈ പറയുമ്പോൾ സിദ്ദീഖ് അടക്കമുള്ള ഷീജിച്ചേട്ടനടക്കമുള്ള ഒരു സ്ഥലത്ത് കള്ള് കുടിച്ചിട്ട് ബഹളം ഉണ്ടാക്കി. അപ്പോൾ ആ കള്ള് കുടിച്ചിട്ട് ബഹളം ഉണ്ടാക്കിയപ്പോൾ ഈ ഷീജിച്ചേട്ടൻ ഇവരെ തെറി പറഞ്ഞു എന്നുള്ളതാണ് ഈ 12 പേരിലുള്ള ഇതെന്ന് പറഞ്ഞാൽ പീഡനം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഒരാൾ ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്. അവർക്കൊരു ഫാമിലി ഉണ്ട്. ഒരു തെറിവിളിയെപ്പോലും ഗാർഹിക പീഡനം എന്നൊക്കെ ഉള്ള രീതിയിൽ മുദ്രകുത്തി ഇവിടെ വരുന്ന പല കാര്യങ്ങളും ഇവിടെ മാധ്യമങ്ങളിട്ട് അങ്ങോട്ട് അലക്കുവാണ്. 2018 ഷീജിച്ചേട്ടനെയൊക്കെ ഇട്ട് അലക്കുമായിരുന്നു. അതിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന്, പിന്നെ മാധ്യമങ്ങൾ ഏത് തരം പീഡനമാണെന്നും ഒന്നും മാധ്യമങ്ങൾ അതിനെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇതേ നടി വർഷങ്ങൾക്ക് ശേഷം വന്നിട്ട് വേറെ കുറേ ആൾക്കാരുടെ പേരങ്ങ് പറയുകയാണ്. ആക്ച്വലി നിങ്ങൾക്ക് അറിയാം, ആദ്യ കാഴ്ചയിൽ തന്നെ ആദ്യം തന്നെ നമ്മുടെ സിദ്ദീഖിനെതിരെ ഒരു ആരോപണം വരുന്നു. കൃത്യമായി പ്ലാൻ ചെയ്ത് വന്ന കണക്ക് ഒരു ആരോപണം വരുന്നു. ശരി ആയിരിക്കാം, അയാൾ പ്രതിയായിരിക്കാം, അല്ലായിരിക്കാം, അതൊന്നും നമ്മളൊന്നും തീരുമാനിക്കാൻ ആളല്ല. പക്ഷെ നേരെ മറിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സ്ഥാനത്തേക്ക് ബാബുരാജിനെ കൊണ്ടുവരുന്നു. അടുത്ത ബാബുരാജിനെതിരെ ആരോപണം വരുന്നു. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, അമ്മ എന്ന് പറയുന്ന AMMA എന്ന് നിങ്ങൾ വിളിക്കുന്ന അമ്മ എന്ന് പറയുന്ന സംഘടനയ്ക്ക് മനസ്സിലായി, ഇനി ആരെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നാലും അവരുടെ ഉദ്ദേശം ജനറൽ സെക്രട്ടറി എന്ന സ്ഥാനത്തേക്ക് ഈ പൃഥ്വിരാജ് സുകുമാരൻ എന്ന് പറയുന്ന വ്യക്തിയെ കയറ്റി വിടുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ അവരുടെ ഉദ്ദേശം അത് മാത്രമാണ്. അപ്പോൾ ആ സ്ഥാനത്തേക്ക് ആര് വന്നാലും അവരുടെ പേരും കൊണ്ട് മറ്റൊരു ലേഡി വരും എന്നുള്ള കാര്യം 101% ഉറപ്പാണ്. ഇപ്പോൾ ഷീജിച്ചേട്ടൻ്റെ വിഷയം തന്നെ അവിടെ നിൽക്കുമ്പം തന്നെ വേറെ ഒരുപാട് ഇഷ്യൂസ് നമ്മുടെ കൺമുന്നിലുണ്ട്. ഇപ്പം ഈ പറയുമാതിരി ബാബുരാജിനെതിരെ കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റി ബാബുരാജിനെതിരെ ആരോപണം പറഞ്ഞ് ആ സ്ത്രീ ഇപ്പോൾ വന്ന കാര്യങ്ങളെല്ലാം മാറ്റിപ്പോയാണ്. ജയസൂര്യക്കെതിരെ ആരോപണം പറഞ്ഞ സ്ത്രീ ആദ്യം പറഞ്ഞു ജയസൂര്യയാണെന്ന് പറയുന്നു, പിന്നെ ജയസൂര്യ അല്ല എന്ന് പറയുന്നു. ഇപ്പോൾ എന്താ പറയുന്നത്, ജയസൂര്യ ഒരു അടിയന്തരമായിട്ട് ഈ പറയുമാതിരി സ്പീഡ് ഇതിൽ നോട്ടീസ് അയച്ചതിന് ശേഷം പെടുമെന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ, ആരോപണത്തിന് ഇനി പോയാലും വന്നാലും അവർ പെടും എന്നുള്ളൊരു സിറ്റുവേഷൻ വന്നപ്പോൾ അവർ വീണ്ടും ഇതുമായിട്ട് വരുന്നു. കാര്യം ജയസൂര്യ എന്ന് പറയുന്ന ഒരു നടൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടില്ല എന്നാണ് ജയസൂര്യയുടെ പൂർണ്ണ വൃത്തങ്ങൾ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം ഇതിനകത്തെ ഇൻസൈഡ് പൊളിറ്റിക്സ് തന്നെയാണ്. ഇപ്പോൾ ആരും അതിനകത്ത് നിന്നാലും എന്തുകൊണ്ട് അമ്മ എന്ന് പറയുന്ന AMMA എന്ന് പറയുന്ന ഈ സംഘടന ഒളിച്ചോടി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മുന്നിലേക്കുള്ള കാര്യം, ഇതിൻ്റെ ഒരു 2 മാസം കഴിയുമ്പോൾ ഇതിന് കെട്ടടങ്ങാൻ നേരത്ത് വീണ്ടും ഇലക്ഷൻ നടക്കും. ആര് വരുമെന്ന് ഈ പറയുമാതിരി മോഹൻലാൽ ഇനി മാറി നിൽക്കുമെന്നുള്ള ഒരു രീതിയിലൊക്കെയാണ് പറയുന്നത്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഈ മോഹൻലാൽ മമ്മൂട്ടി അടങ്ങുന്ന സംഘങ്ങൾ ഈ അമ്മ എന്ന് പറയുന്ന സംഭവം ബഹിഷ്കരിച്ചാലും അതിൽ നമുക്ക് കുറ്റമൊന്നും പറയാൻ പറ്റത്തില്ല. കാര്യം ഇവരെ ബേസ് ചെയ്ത് മാത്രമാണ് ഈ ഒരു സംഘടനയിൽ ആനുകൂല്യങ്ങളും പണവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. ഇവരുടെ ഇൻസൈഡ് പൊളിറ്റിക്സിന് വേണ്ടി ഒരേ സമയം ഞാൻ ഉറപ്പിച്ച് പറയാം, മോഹൻലാലും മോഹൻലാലിൻ്റെ മോൻ, മമ്മൂട്ടിയുടെ മോൻ, ഇവരാരും തെറ്റ് ചെയ്തോ ഇല്ലയോ നമുക്കറിയില്ല. ഇവർക്കെതിരെ ഒരു ആരോപണവും വരില്ല. 101% ഇവർ തെറ്റ് ചെയ്യാത്തതുകൊണ്ടാണെന്നൊന്നും നമുക്ക് പറയരുത്. നമുക്ക് ലാലേട്ടനെ പറ്റിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാവുന്നതാണ്. ഇവിടെ
എന്താ പറയുന്നത്, ഇപ്പം വന്ന ഗോസിപ്പുകൾ നമ്മൾ പലതും കേട്ടിട്ടുള്ള കണക്ക് തന്നെ പണ്ട് വന്ന ഗോസിപ്പുകളും. ഇനി അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഇവർക്ക് വരില്ല. ഈ ഇൻസൈഡ് പൊളിറ്റിക്സിൻ്റെ ഗുണം അതാണ്. കാര്യം ഇവർ നിന്നാലേ ഇത് മുന്നോട്ട് പോകൂ. അല്ലാതെ ഇപ്പം പൃഥ്വിരാജ് മാത്രം പിടിച്ചാലൊന്നും മുന്നോട്ട് പോകുന്ന സംഭവമല്ല ഈ AMMA എന്ന് പറയുന്ന അമ്മ എന്ന് പറയുന്ന സംഘടന. ഇപ്പം പലരും അമ്മ എന്ന് വിളിക്കാൻ മടിക്കുന്ന പണ്ട് അമ്മയായിരുന്ന സംഘടന. അതേ കണക്ക് തന്നെ ഈ പൃഥ്വിരാജിൻ്റെ ഭാഗം താങ്ങി നിൽക്കുന്ന കുറേ ആൾക്കാർ, ഈ പറയുമാതിരി റീമ കല്ലിങ്കലിനെ പോലുള്ള ആൾക്കാർ, ഈ പറയുമാതിരി WCCയുടെ പിന്നാമ്പുറത്തുണ്ട്. അതിൽ മുഖ്യ ഉദാഹരണമാണ് ഈ പറയുന്ന ചാനലുകളൊക്കെ. ഇപ്പം WCCയെ താങ്ങിയാണ് ഈ ചാനലുകളെല്ലാം മുന്നോട്ട് വന്നത്. റീമ കല്ലിങ്കലിൻ്റെ ഭർത്താവ് ആഷിഖ് കപൂറിനെതിരെ കടുത്ത ആരോപണം വന്നു. അവരനങ്ങിയില്ല. ജിൻപോൾ, ലാലിൻ്റെ മകൻ ജിൻപോൾ, അതായത് പൃഥ്വിരാജിനെ അനുകൂലിക്കുന്ന ഒരു വിഭാഗമാണ് ഈ ലാലൊക്കെ. ലാലിൻ്റെ മകൻ ജിൻപോളിനെതിരെ ആരോപണം വന്നു. പൃഥ്വിരാജിൻ്റെ സെറ്റിൽ ഒരു പെൺകുട്ടിക്ക് മോശമായിട്ടുള്ളത്, വളരെ ശരിയായിട്ടുള്ള പോലീസ് തേടുന്ന പ്രതി ഒളിവിലായിരിക്കുന്ന ഒരു വ്യക്തി. അത് കണക്ക് അതിനകത്ത് CPMൻ്റെ ഒരു ഉത്തരവാദിത്തപ്പെട്ട നിലയിൽ നിൽക്കുന്ന ഇവിടെ കടക്കൽ, നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ള ഒരാളും കൂടെ ഇതിൻ്റെ അകത്ത് പ്രതിയാണ്, കൂട്ടുപ്രതിയായിട്ട് ഈ അദ്ദേഹത്തെ ഒളിപ്പിക്കാനും മറ്റുമൊക്കെ വന്നെന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ മൊഴിയും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഇവർ മറച്ചു വെച്ചിട്ട് എന്തുകൊണ്ട് ഇപ്പോൾ പൃഥ്വിരാജിൻ്റെ ആ വിഷയത്തിൽ പൃഥ്വിരാജ് എടുത്ത നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വ്യക്തി ആ സെറ്റിൽ നിന്ന് പറഞ്ഞു വിട്ടു, എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അടുത്ത സിനിമയിൽ നിന്ന് ഒഴിവാക്കി എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ അങ്ങനെ ഒരു സംഭവമില്ല. കാര്യം അദ്ദേഹത്തിൻ്റെ അസിസ്റ്റൻ്റാണ് ഇപ്പോഴും അതിൻ്റെ കാസ്റ്റിംഗ് ഡയറക്ടർ എന്നുള്ളതാണ് വളരെ വ്യക്തമായിട്ടുള്ള കാര്യം. അപ്പം ഇങ്ങനൊരു കോമഡി നാടകം നടത്തിയിട്ട് അങ്ങനെയാണോ ചെയ്യേണ്ടത്? പൃഥ്വിരാജ് ഈ പറയുന്ന WCCയൊക്കെ ഭയങ്കരമായിട്ട് അനുകൂലിക്കുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തി അവിടെ പിടിച്ചു നിർത്തി പോലീസിന് പിടിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ പൃഥ്വിരാജ് അവിടെ എന്താ ബുദ്ധിപൂർവ്വം തൻ്റെ സുഹൃത്തിനെ രക്ഷിക്കാൻ വേണ്ടി നാടകം കളിച്ചു. മനസ്സിലായില്ലേ? പുണ്യവാൻ നാടകം കളിച്ചു, രക്ഷപ്പെടുത്തി. അത് നമുക്ക് അറിയാം. ബിഗ് ബ്രദറുള്ള ബ്രോഡാഡി എന്ന് പറയുന്ന സിനിമയുടെ സെറ്റിൽ നടന്ന സംഭവമാണ്. അപ്പോൾ അതിനകത്ത് അങ്ങനെ മാത്രമല്ല, വേറെ യുവനടിക്കും ഇതേ കണക്ക് ഭയങ്കര മോശമായിട്ടുള്ളവരുടെ ഫാമിലി നഷ്ടപ്പെടുകയൊക്കെ ചെയ്യുക ഉള്ള ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്തരം സംഭവങ്ങൾ എല്ലായിടവും ഉണ്ടാകുന്നുണ്ട്. ഇത് ചോദ്യം ചെയ്യേണ്ടത് തന്നെയാണ്. പക്ഷേ എന്നിരുന്നാലും ഒരു കൂട്ടരുടെ മാത്രം എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടുന്നു എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇതൊന്നും പോരായിട്ട് ഈ മുകേഷിനെതിരെയൊക്കെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഭയങ്കര ജെന്യൂനായിട്ടുള്ള കുറേ മുകേഷിനെതിരെയൊക്കെ ജെന്യൂനായിട്ടും ചില കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഫേക്കായിട്ടും വന്നിട്ടുണ്ടെന്നുള്ള ഒരു 100% ഉറപ്പാണ്. ജെന്യൂനായിട്ടും വന്നിട്ടുണ്ട്, വ്യക്തിവൈരാഗ്യം കാരണം. കാര്യം ഇതിലെ ഒരു സ്ത്രീ ഈ മുകേഷിനെതിരെ ആദ്യമല്ല രണ്ടാമത് വന്ന ആ ഒരു സ്ത്രീ പറയുന്ന കാര്യങ്ങളിൽ ഇവർ മുമ്പും പലർക്കെതിരെ ഈ പ്രൈമറി കൊട്ടേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ സീരിയലിൽ ഈ പറയുമാതിരി ചില ടാർഗറ്റ് ചെയ്തുകൊണ്ട് ഈ താരയെ പോലുള്ള ആൾക്കാരും വന്നിട്ടുണ്ട്. താരയൊക്കെ നിങ്ങൾക്ക് അറിയാം, 50 രൂപ കൊടുത്താൽ, ഞാനൊന്നും പറയുന്നില്ല, ഞാനായിട്ട് പറഞ്ഞിട്ട് ഇനി അവരുടെ റീച്ച് കൂട്ടണ്ട. അപ്പോൾ പറയണം 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ എന്തിന് റെഡിയായിരിക്കുന്ന ആൾക്കാർ വരെ ഇതിന് ഓപ്പോസിറ്റ് വന്നിട്ടുണ്ട് എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ഇപ്പം ചിലരെ ഉന്നം വെച്ച് തന്നെയാണ്. സീരിയലിലും അങ്ങനെ വന്നിട്ടുണ്ട്. സിനിമയുടെ ഭാഗത്തും ഇതേ കണക്കുള്ള ഇൻസൈഡ് പൊളിറ്റിക്സ് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം വളരെ വ്യക്തമായ സത്യമായ യാഥാർത്ഥ്യങ്ങളാണ്. എന്തുകൊണ്ട് ഈ പറയുമ്പോൾ മോഹൻലാൽ മെയിനായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഗ്രൂപ്പായിട്ട് നിൽക്കുന്ന ആൾക്കാർ മാത്രം, ഇതിനകത്ത് പലരും പറയുന്നുണ്ട് പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരു പവർ ഗ്രൂപ്പ് എന്നുള്ള അല്ല ഉള്ളത്. ശരിക്കും ഇവർ ഒരു പവർ ഗ്രൂപ്പിനെ മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. ഈ 15 അംഗങ്ങളുള്ള ഒരു പവർ ഗ്രൂപ്പിനെ മാത്രമേ ടാർഗറ്റ് ചെയ്യുന്നുള്ളൂ. ശരിക്കും അതല്ല. ഇതിനകത്ത് പൃഥ്വിരാജിൻ്റെ രീതിയിൽ ഈ പറയുമാതിരി ലാല് ഇവരൊക്കെ ഉള്ള ഒരു പവർ ഗ്രൂപ്പ് ഈ സിനിമയുടെ പശ്ചാത്തലത്തിൽ തന്നെ ഉണ്ട്. ഇതൊന്നും പോരാണ്ട് സുരേഷ് ഗോപി ഈ വേറൊരു ടീം, അങ്ങനെ കുറേ ഉണ്ട്. പിന്നെ ജോജു ജോർജിൻ്റെ ആ ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്, CPMമായിട്ട് ബന്ധപ്പെട്ട് ഒരു ടീം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പല ഇൻസൈഡ് പൊളിറ്റിക്സും ഇതിനകത്തുണ്ട്. അപ്പം നമുക്ക് കണ്ടറിയാം ഈ ഏത് പൊളിറ്റിക്സ് ജയിക്കുമെന്ന്. എനിക്ക് മോഹൻലാലിൻ്റെ മമ്മൂട്ടിയൊക്കെ പറയാനുള്ളത്, ഈ പറയുമാതിരി പൃഥ്വിരാജിനെയൊക്കെ തലപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള ഈ നാടകത്തിൽ നിങ്ങൾ നിൽക്കുന്നതിനെക്കാട്ടും നല്ലത് അവനൊരു പണി നോക്കി പോവുക. ഈ അമ്മ എന്ന് പറയുന്ന സംഘടന എന്തിനാണ്? നിങ്ങളില്ലെങ്കിൽ ഇതൊന്നുമില്ല എന്ന് മനസ്സിലാക്കുക, മുന്നോട്ട് പോവുക, അത്രേ ഉള്ളൂ. പിന്നെ തെറ്റുകാരാരായാലും ശിക്ഷ അനുഭവിക്കണം. ഇതിൽ ആരായാലും ഇപ്പോൾ താരയായാൽ പോലും
താരയോട് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷ അനുഭവിക്കണം. അല്ല, ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സോ അങ്ങനെ അനുഭവിക്കണം. പിന്നെ ഈ ഇൻസൈഡ് പൊളിറ്റിക്സിനെ നമ്മൾ വലിയ പ്രോത്സാഹപ്പെടുത്തിയിട്ട്, പിന്നെ വേറൊരു കാര്യം ഞാൻ പറയട്ടെ, നമ്മൾ സാധാരണക്കാരായ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊന്നും നമ്മുടെ വിഷയങ്ങളല്ല. ഇവിടെ എല്ലാം കണക്കാണ്. ഒരു ഗ്രൂപ്പും കണക്കല്ല. ഇപ്പോൾ അവരെ മാറ്റിയിട്ട് ഇവർ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സിനിമയിൽ വല്ല മാറ്റങ്ങളും വരുമോ? ഒന്നും വരത്തില്ല. കാസ്റ്റിംഗ് കൗച്ച് നടന്നുകൊണ്ടേയിരിക്കും. ഈ പറയുമാതിരി കാസ്റ്റിംഗ് കൗച്ച് സിനിമയിൽ മാത്രമുള്ള കാര്യമൊന്നുമല്ല. ഇവിടെ ഒരു ഷോർട്ട് ഫിലിം എടുക്കുമ്പം, ഒരു ഫോട്ടോഷൂട്ട് എടുക്കുമ്പം മുതൽ തുടങ്ങുന്നുണ്ട്. ഒരു ഫോട്ടോഷൂട്ട് എടുക്കുന്ന സമയം മുതൽ തുടങ്ങുന്നുണ്ട് ഇവിടെ കാസ്റ്റിംഗ് കൗച്ച്. ഒരു ഫോട്ടോഷൂട്ട്, ഒരു ആൽബം, ഒരു ഷോർട്ട് ഫിലിം, ഒരു ഈ പറയുന്ന ആർട്ട് ഫിലിം, അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾക്ക് ഈ പറയുമാതിരി കാസ്റ്റിംഗ് കൗച്ച് നടക്കുന്നുണ്ട്. എനിക്ക് വർക്കലയൊക്കെ നടന്ന ഒരുപാട് സംഭവങ്ങൾ അറിയാവുന്നതാണ്, നമ്മൾ കേട്ടറിവാണ്. അതിനകത്തൊക്കെ ഈ ആൽബം എന്ന് പറഞ്ഞുകൊണ്ട് പെൺകുട്ടികളെ ഇവിടെ കൊണ്ടുവന്നിട്ട് റിസോർട്ടിൽ കൊണ്ടുവന്നിട്ട് ഈ പറയുമാതിരി ആ ആൽബത്തിൻ്റെ ഭാഗമായിരുന്ന എല്ലാവരും പീഡിപ്പിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കുറ്റം പറയത്തില്ല, അവരതിന് സന്നദ്ധമാണ്. അവർ സന്നദ്ധമാണ്. ഈ പെണ്ണുങ്ങളും അല്ലെങ്കിൽ അവരുടെ അമ്മമാരൊക്കെ വന്നിട്ട് ഇങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പം ഇങ്ങനെയും കൂടെ കാര്യങ്ങൾ നടക്കുന്നുണ്ടെന്നുള്ളത് വ്യക്തമാണ്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇത് ഇങ്ങനെ വന്നാൽ. പക്ഷേ എനിക്ക് തോന്നുന്ന വേറെ കാര്യം പറയുകയാണ്, നമുക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ ഒരാൾക്ക് നമ്മളെ തടയാൻ പറ്റത്തില്ല. ഇപ്പം ഞാൻ പറയുവാണ്, ഒരുപാട് നായികന്മാരെ മലയാള സിനിമയിൽ നിന്നൊക്കെ മാറ്റി നിർത്താൻ വേണ്ടി നോക്കിയിട്ടുണ്ട്. അതിൽ ടാലൻ്റ് ഉള്ളവർ പിന്നെയും തിരിച്ചു വന്നിട്ടുണ്ട്. ഇപ്പം ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ് സിനിമയിൽ തന്നെ ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ളൊരു ടീമിനെതിരെ, ഈ പറയുമാതിരി വിശാലടങ്ങുന്ന ഒരു ടീമിനെതിരെ നിന്ന ഒരാളാണ് നയൻതാര എന്ന് പറയുന്ന വ്യക്തി. അവരുടെ ടാലൻറ്റിനെ തോൽപ്പിക്കാൻ വേണ്ടി ഒരു മനുഷ്യനും പറ്റിയിട്ടില്ല, മനസ്സിലായില്ലേ? അവർ ബ്രില്യൻ്റായിട്ട് അടിച്ചു കയറി വന്നു. അവരിന്ന് ലേഡി സൂപ്പർ സ്റ്റാറാണ്. അത് കണക്ക് മഞ്ജു വാര്യറിനെതിരെ വിഷയങ്ങളുണ്ടായിട്ടുണ്ട്. അവർ ടാലൻറ്റഡാണ്, അവരെ ഒരിക്കലും ഇല്ലാതാക്കാൻ ഒക്കത്തില്ല. നമ്മുടെ ഈ പറയുമാതിരി രേവതിക്ക് ടാലൻറ്റഡാണ്, അവർ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ കഴിവുള്ളവർ സിനിമയിൽ തുടരും. കഴിവില്ലാത്തവർ വരുമ്പോൾ ഈ പറയുമാതിരി എന്തിനും സന്നദ്ധവും കുറച്ച് നാൾ കഴിയുമ്പം വിളിച്ചു പറയും. കഴിവുള്ള ഈ സിനിമ എന്ന് പറയുന്നത്, സിനിമയിൽ വരാൻ വേണ്ടി കിടന്നു കൊടുത്തിട്ട് ഇങ്ങനെ പറയുന്നു എന്നൊക്കെ പറയുന്നത്, അങ്ങനെ അവസരത്തെ യൂസ് ചെയ്യുന്നൊരു മോശമായിട്ടുള്ള കാര്യം തന്നെയാണ്. നേരെ മറിച്ച് അവസരത്തിന് വേണ്ടി കിടന്നു കൊടുക്കുകയും പിടിക്കാൻ നിന്ന് കൊടുക്കുകയും അപ്പോൾ പ്രതികരിക്കുകയും ചെയ്യാതെ ഇരുന്നിട്ട് ഇപ്പോൾ വന്ന് ന്യായം വിടുന്നവരാരും അത്ര നല്ല പുണ്യാളത്തിയാരൊന്നും തോന്നുന്നില്ല. കിട്ടുന്ന സമയത്തിന് ഈ പറയുന്ന കിട്ടുന്ന പണം ഉണ്ടാക്കുക. ഇതിപ്പോൾ നിങ്ങൾ എഴുതി വെച്ചോ, ഒരു 2-3 മാസം ഈ സംസാരത്തെ പറ്റി സംസാരിക്കും. അതിങ്ങനെ ബാക്കിൽ കൂടെ സെറ്റിൽമെൻറ്റും ചെയ്ത് പോകും, മനസ്സിലായില്ലേ? അവരവരുടെ പ്രശ്നങ്ങൾ ഇത് ചെയ്യണമെന്നേ ഉള്ളൂ. പിന്നെ ജയസൂര്യയെ പോലുള്ള ജെന്യൂനായിട്ട് ഈ പറയുന്ന പ്രശ്നത്തിൽ ഇത് ചെയ്യാത്ത ആൾക്കാർ, ജയസൂര്യയോ അല്ലെങ്കിൽ സിദ്ദിഖോ അങ്ങനെയുള്ള ആൾക്കാർ മാത്രം ഇതുമായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള ബാബുരാജ് ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ കൃത്യമായിട്ട് ഇവരെ കോടതിയിൽ എത്തിച്ച് സംസാരിപ്പിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. ബാക്കിയുള്ള എല്ലാ കേസുകളും തേഞ്ഞു മാഞ്ഞു പോകും. ഒരുമാതിരിപ്പെട്ട ഈ രാഷ്ട്രീയ ബന്ധത്തിലൊക്കെ ഉള്ള ഒരുപാട് കേസുകളുണ്ട്. ഇതെല്ലാം ഈ പറയുമാതിരി അസോസിയേറ്റ് ഡയറക്ടേഴ്സുമാരുടെ പേരുകളുണ്ട്. അതേ കണക്ക് തന്നെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ മേലുള്ള പേരുകൾ വെളിയിൽ വരില്ല. വരും കരട് ഇതെന്ന് പറഞ്ഞാൽ, അതായത് സാക്ഷ്യപ്പെടുത്താൻ തയ്യാറായ കുറച്ച് ആൾക്കാരെന്ന് പറഞ്ഞുകൊണ്ട് അതിനിപ്പോൾ സർക്കാരിനടുത്ത പ്രതിസന്ധി വരുന്ന സമയത്ത് അങ്ങനെ ഒരു റിപ്പോർട്ടും കൂടെ വെളിവിടും. സത്യം പറഞ്ഞാൽ നമ്മളെ ഇപ്പം നിങ്ങൾ അറിഞ്ഞോ ഇല്ലയെന്ന് അറിയത്തില്ല, ജിഷ വധക്കേസിലൊക്കെ വലിയ സംഭാഷണങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുവാണ്. ഈ അമീറുൽ ഇത് കോടതി തന്നെ ചോദിച്ചിരിക്കുകയാണോ അയാൾ ശരിക്കും പ്രതി തന്നെയാണോ അതോ നിങ്ങൾ ഉണ്ടാക്കിയ ആളാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരു ഘട്ടമൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ സാധാരണക്കാർ ഒരുപാട് പേര് പീഡിപ്പിച്ചിട്ടുണ്ട്. അതേ കണക്ക് ജസ്നയായിട്ട് ബന്ധപ്പെട്ട് കുറേ വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇതെല്ലാം മൂടി വയ്ക്കപ്പെടുകയാണ്. സാധാരണക്കാരന് വേണ്ടി സംസാരിക്കാൻ ഇവിടെ ഒരു പട്ടിയില്ല. ഫിലിം ഇതിലാവുമ്പോൾ ഒരുപാട് ഗോസിപ്പ് പറയാം. അതുകൊണ്ട് എന്തും നാഗത്തരവും ഈ ശരിക്കും നമ്മുടെയൊക്കെ സാധാരണക്കാരൻ്റെ വിഷയങ്ങൾ ഈ പറയുമാതിരി പ്രമുഖരാണോ അല്ലയോ എന്ന് നിങ്ങളൊന്ന് കോമൺ സെൻസ് വെച്ച് ചിന്തിച്ച് നോക്കിയാൽ മതി. ഒരിക്കലും അല്ല. നമ്മളുടെയൊക്കെ വിഷയങ്ങൾ എത്രയോ പാവങ്ങളിവിടെ തെരുവിൽ അല്ലെങ്കിൽ ഈ പറയുമാതിരി റോഡിൻ്റെ നടുക്ക് വരെ വെച്ച് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ട്രെയിനിൽ വെച്ച് പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങിയ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഇവർക്ക് വേണ്ടി സംസാരിക്കാൻ ആരുമില്ല. ഇവരിൽ പലരും പൊളിറ്റീഷ്യൻസ് ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ ദയനീയമായിട്ടത്. ഈ പൊളിറ്റീഷ്യൻസ് വന്നിട്ട് ഇപ്പം പറയുകയാണ് അമ്മ കമ്മിറ്റിക്ക് വേണ്ടി ഇവർ മലമറിക്കുമെന്നൊക്കെ പറയുമ്പം കുറേ വിവരദോഷികൾ കൈയടിച്ചു കൊടുക്കുന്നുണ്ട്. ശരിക്കും ഇത് ഗോസിപ്പ് എന്നതിനപ്പുറം ഇതിനകത്ത് നിങ്ങൾ ഇമോഷണലായിട്ട് ആ നടനെ നിങ്ങൾ തള്ളിപ്പറയണം, ഈ നടനെ തള്ളിപ്പറയണം, അവരുടെ കലയെ തള്ളിപ്പറയണം എന്നൊക്കെ പറയുന്നതിൽ ഒരു കാര്യമില്ല. എല്ലാം കണക്കാണ്.
ഇതാണ് എൻ്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇൻസൈഡ് പൊളിറ്റിക്സിനെ നിങ്ങൾ യോജിക്കുന്നോ വിയോജിക്കുന്നോ എന്നുള്ള കാര്യം മാന്യമായ രീതിയിൽ രേഖപ്പെടുത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.